പെണ്ണ് കാണാനായി മഹേഷും കുടുംബവും വന്നു പോയ ശേഷം അതേപടി മുറിയിലേക്ക് പോയതാണ് ഗംഗ. ഗായത്രിയാണെങ്കിൽ പലഹാരം എല്ലാം കഴിച്ച് വയറ് നിറച്ചിട്ട് പിന്നെയും കുറച്ചു നേരം അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ പതിയെ ശ്യാമളയുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. പിന്നിൽ നിന്നും ശ്യാമളയുടെ വിളി വന്നു. എങ്ങോട്ടാ? ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിൽ വരെ പോവാം. നോക്ക് ഗായു, പോകുന്നതൊക്കെ കൊള്ളാം, പോകുന്ന പോലെ തന്നെ നേരത്തെ ഇങ്ങി വന്നേക്കണം. അവിടെ സൊറ പറഞ്ഞു പോയിരുന്ന സമയം കളയില്ല. ഓ, വന്നേക്കാം. അമ്മ എന്നെ ഇങ്ങനെ എപ്പോഴും പിന്നാലെ നടന്നു വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല. എനിക്ക് 18 വയസ്സ് പൂർത്തിയായതാ. അതുകൊണ്ട് ഉം, അതുകൊണ്ട് ശ്യാമളയുടെ ശബ്ദത്തിലെ ഭാവമാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗായത്രി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തനിക്ക് തൊട്ടു പിന്നെ ചട്ടുഭൂമി നിൽക്കുന്ന ശ്യാമളയാണ്. ഗായത്രി അവരെ നോക്കിയൊന്ന് ചമ്മിയെ ചിരിച്ചിരിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചട്ടു കൊടുക്കും. മുഖത്തെ കള്ളച്ചിരി ഒളിപ്പിച്ചുകൊണ്ട് ശ്യാമളയുടെ കയ്യിൽ നിന്നും ചട്ടകം വാങ്ങാൻ ഗായത്രി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അവൾ അവരെ നോക്കി ഒന്ന് വിളക്കി ചിരിച്ചു. ഇവിടെ നിന്ന് താളം ചവിട്ടാതെ വേഗം പോയിട്ട് വാടാ. ഗായത്രി മുന്നോട്ട് നടന്നതും ശ്യാമള പിന്നിൽ നിന്ന് വിളിച്ചു. ഗായു, ഈശ്വര, ഇനി പോകണ്ടെന്ന് പറയാനാണോ? തിരിഞ്ഞു നോക്കാതെ ഓടിക്കളഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് ഇങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ. ഇനി ഇവിടേക്ക് കയറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാകും. ഗായത്രി പലവിധ ആലോചനകളോടെ തിരിഞ്ഞു. എന്താ അമ്മേ? ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കാൻ നിൽക്കണ്ട. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്യാമളയുടെ വാക്കുകൾ കേൾക്കെ ഗായത്രിയുടെ നാവിൽ വെള്ളം മുറി. ഗായത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി. ശ്യാമളയെ നോക്കി ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു ഗായത്രി ജയന്തിയുടെ വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ശ്രീനിധിയെ കാര്യമായി എടുത്തിട്ട് കൊടയുകയാണ് ജയന്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ കുറച്ചു നേരം ഗായത്രി ഉമ്മർത്തെ തൂണിൽ ചാരി നിന്നു. എന്തു പറ്റി കുഞ്ചമ്മ? എന്തിനാ ഇവിടെ വഴക്കു പറയുന്നേ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ കൂടി അറിഞ്ഞിട്ടാണോ ഇവൾ ഈ പരീക്ഷ പേപ്പറൊക്കെ എടുത്ത് മറച്ചു വെച്ചത്? ഏ, ഏത് പരീക്ഷ പേപ്പർ? ഗായത്രി സംശയത്തോടെ ശ്രീനിധിയെ നോക്കി. അപ്പോഴേക്കും ശ്രീബാല അവിടേക്ക് വന്നു. എടി, അവൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ പേപ്പറൊന്നും ഇതുവരെയും കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചില്ല. ഇന്നിപ്പോൾ ദാ അമ്മ അവളുടെ ബാഗ് കഴുകാനെടുത്തപ്പോൾ അതൊക്കെ അവൾ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആഹാ, അതാണോ കാര്യം? എൻ്റെ കുഞ്ഞമ്മേ, ഈ മോഡൽ എക്സാമിലൊന്നും ഒരു കാര്യവുമില്ല. ഫൈനൽ ഫൈനൽ എക്സാമാണ് വലുത്. മോളെ ഗായത്രി, നീ ജയന്തിയെ പഠിപ്പിക്കാൻ വരില്ലേ? നീയും ഇവളുമെല്ലാം ഒരു നുഖത്തിൽ കെട്ടാവുന്നതാണ്, എനിക്കറിയാം. അവരത് പറഞ്ഞപ്പോഴേക്കും അവരെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചിരിച്ച് ഗായത്രി. അവിടെ ചോറും കറിയൊക്കെ ആയോ ഗായത്രി? ജയന്തി ഗായത്രിയോടായി ചോദിച്ചു. അമ്മ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ കുഞ്ഞമ്മേ. അത് പറഞ്ഞ് ഗായത്രി പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾക്ക് പിന്നാലെ ശ്രീനിധിയും ഇറങ്ങി. ജയന്തി അപ്പോഴേക്കും അടുക്കളയിലേക്ക് പോയി. നീ വരുന്നുണ്ടോ? ശ്രീബാല ശ്രീനിധിയോട് കണ്ണുകൊണ്ട് ചോദിച്ചു. അവൾ അടുക്കളയിലേക്ക് പോയി ജയന്തിയെ ഒന്ന് എത്തി നോക്കി. ഇല്ല എന്നു മെല്ലെ ചുണ്ടനക്കി. അവസാനം ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പങ്കുപറ്റാൻ വന്നാലുണ്ടല്ലോ, ഇടിച്ച് നിന്റെ മൂക്ക് പരത്തും. ശ്രീബാലയെ പേടിപ്പിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ശ്രീനിധി ഗായത്രിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങി. നീ എന്താ പരീക്ഷ പേപ്പർ കിട്ടിയ കാര്യം കുഞ്ഞമ്മയോട് പറയാണ്ടിരുന്നത്? അതോ, അത് മാർക്കൊന്നുമില്ലായിരുന്നു. അമ്മയോട് പറഞ്ഞാൽ പിന്നെ അമ്മ ഒന്ന് രണ്ടും പറഞ്ഞ് അടിയും പിടിയും വഴക്കുമൊക്കെയാകും. അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. എന്തായാലും കൊള്ളാം, പറ്റിയ സ്ഥലത്താണ് ഒളിപ്പിച്ചു വെച്ചത്. പരീക്ഷാ പേപ്പർ ബാഗിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. നീ അല്ലാതെ വേറെ ആരെങ്കിലും കൂട്ട് മണ്ടത്തരം ചെയ്യുമോ? അല്ലെങ്കിൽ നിനക്കത് എൻ്റെ കയ്യിലെങ്കിലും ഏൽപ്പിച്ചുകൂടായിരുന്നോ? എൻ്റെ പൊന്നുമോളെ, ആ ബുദ്ധിയൊന്നും എനിക്ക് ആ സമയം പോയില്ല. അല്ലേ തന്നെ നിനക്ക് എപ്പോഴാ നല്ല ബുദ്ധി തോന്നുന്നേ? ഗായത്രി വാപുത്തി ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കി ചോദിച്ചു. എന്ന് നിന്റെ കൂടെ കൂടിയോ അന്ന് മുതൽ ഞാനിങ്ങനെ. ആ, ഇനിയിപ്പോൾ കുറ്റമൊത്തം എനിക്കായി. ഗായത്രി നിധിയെ നോക്കി മുഖം വീർപ്പിച്ചതും ശ്രീനിധി ചൂണ്ടുവിരൽ കൊണ്ട് ഗായുവിൻ്റെ കവിളിന് ഒറ്റ കുത്തുവെച്ചു കൊടുത്തു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഗായത്രി പരിഭവം ഭാവിച്ചു നിന്നെടുത്ത് തന്നെ കൈ കെട്ടി നിന്നു. ആ, പിണങ്ങല്ലേടി, വേഗം വന്നേ നീ.
ഇങ്ങനെ അനങ്ങി അനങ്ങി നടന്നു കഴിഞ്ഞാൽ അമ്മ ഇപ്പം നമ്മളെ തിരക്കി ഇങ്ങോട്ട് വരും. ജയന്തിക്കൊക്കെ ഒരുപാട് പറമ്പ് വീടിൻ്റെ പുറകുവശത്തേക്കുണ്ട്. നിറയെ മാവും പ്ലാവും കശുവണ്ടിയും തെങ്ങും ഒക്കെയായി ഒരുപാട് മരം. ജയന്തി അങ്ങനെ അവിടേക്കൊക്കെ പോകുന്നത് വളരെ കുറവാണ്. പിന്നെ തേങ്ങ വിളഞ്ഞു കിടക്കുന്ന സമയത്ത് തേങ്ങ വെട്ടാൻ ആള് വരുമ്പോൾ അവരുടെ കൂടെ ഒന്ന് എത്തി നോക്കും, അത്രമാത്രം. തേങ്ങ പെറുക്കിക്കൂട്ടാനൊക്കെ ആളുള്ളതുകൊണ്ട് വെറുതെ നോക്കി നിന്നാൽ മാത്രം മതി ജയന്തിക്ക്. പക്ഷെ ശ്രീനിധിയും ഗായത്രിയെ സംബന്ധിച്ച് അതവരുടെ ഏരിയയാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, പടർന്നു കിടക്കുന്ന മരങ്ങൾ. കയറാനൊക്കെ വളരെ എളുപ്പമാണ്. ശ്രീനിധി മരത്തിൽ കയറില്ല, ഗായത്രിയാണ് മരം കയറാൻ ബെസ്റ്റ്. ഇപ്പോൾ തന്നെ രണ്ടുപേരും കൂടെ തോളെ കൈവിട്ട് കാവടി തുള്ളി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പറമ്പിന്റെ അങ്ങേ അതിരില്ലേ, അതായത് പുഴയുടെ തൊട്ടരികി നിൽക്കുന്ന മാവിൽ മാങ്ങ പിടിച്ചു. അത് കഴിഞ്ഞ ദിവസം തേങ്ങ വെട്ടാമെന്ന് കണാരൻ ചേട്ടൻ പറയുന്നത് ശ്രീനിധി കേട്ടു. അങ്ങനെ അറിഞ്ഞതാണ്. ഉണങ്ങിയ കരിയിലത്തുണ്ടുകളെ ചവിട്ടി മിതിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പുളിമാവ് ലക്ഷ്യമാക്കി നടന്നു. എത്ര നാളുകൊണ്ട് കാത്തിരുന്നതാണെന്നോ ഈ പുളിമാവിൽ നിന്നൊരു മാങ്ങ തിന്നാൻ. മാവിൻ ചോട്ടിൽ നിന്നുകൊണ്ട് അതിലങ്ങിങ്ങായി തൂങ്ങിക്കിടക്കുന്ന മാങ്ങകളൊക്കെ ഗായത്രി നോക്കി ഉമിനീർ വിഴുങ്ങി. അതെന്താ, നിനക്ക് ഗർഭമുണ്ടോ? ശ്രീനിധി ചോദിച്ചു. അയ്യടാ, നല്ല അവിഞ്ഞ തമാശ. ഗർഭമുണ്ടെങ്കിൽ മാത്രമേ മാങ്ങ കഴിക്കാൻ പറ്റുമോ? അങ്ങനല്ല, സാധാരണ ഈ പച്ചമാങ്ങ എന്ന് പറയുന്നത് ഗർഭിണികളുടെ കുത്തകയാണല്ലോ. ശ്രീനിധി താടി തടവി വിദൂരതയിലേക്ക് നോക്കി. തൽക്കാലം നീ അത്ര ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. എന്നാ എൻ്റെ ഷോള് പിടിക്കും. ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോൾ ഊരി ശ്രീനിധിയുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം ഗായത്രി മരത്തിലേക്ക് കയറാൻ തുടങ്ങി. എൻ്റെ ശ്രീ, പുളിമാവായതുകൊണ്ട് പറയുമല്ല, നല്ല പുളിയുറുമുണ്ട്. നീ നിന്ന് കഥാപ്രസംഗം നടത്താതെ വേഗം മാങ്ങ പൊട്ടിച്ചുവാ. ഇതിനു മുമ്പ് ആ മാവിൽ മാങ്ങ കായ്ക്കാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ മരത്തിൽ കയറി ഗായത്രിക്ക് പരിചയമൊന്നുമില്ല. എങ്കിലും പാതി വഴിയിൽ കയറി അവളൊരു ചില്ലയിൽ പിടിച്ച് ആടിയാടി നിൽക്കുകയാണ്. താഴെ നിന്ന് ശ്രീനിധിക്ക് അത് കാണിക്കെ ചെറിയൊരു പേടി. എൻ്റെ പൊന്നു ഗായു, നീ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുക. നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാവുക. നീ പേടിക്കാതെ നിൽക്കടി, ഞാനിത് ആദ്യമായിട്ടാണോ മരത്തിൽ കയറുന്നത്? കൈ എത്തുന്നിടത്തു നിന്നും ഒരു കുല മാങ്ങ പൊട്ടിച്ച് താഴെ കെട്ടുകൊടുത്തുകൊണ്ട് ഗായു പറഞ്ഞു. താഴെ നിന്ന നിധി അതെല്ലാം ചുരിദാറിന്റെ ഷോൾ വിടർത്തി അതിലേക്ക് പിടിച്ചെടുത്തു. താഴെ വീണാൽ എല്ലാം ചതഞ്ഞു പോകും. പിന്നെ ഉപ്പുമുളകും ചേർത്ത് കഴിച്ചാൽ ഒരു രുചി ഉണ്ടാവില്ല. മതി ഗായു, ഇറങ്ങുറങ്ങ്. 4 എണ്ണം കിട്ടി, ഇന്നത്തേക്കുള്ളതായി, നിധി പറഞ്ഞു. ദേടി, ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട്, നിന്റെ കൈ എത്തുന്നിടത്ത് തന്നെ. ഇതുകൂടി പറിച്ചിട്ട് താഴേക്ക് ചാടാ. എപ്പോഴും എപ്പോഴും മാങ്ങ പറിക്കാൻ കയറാൻ പറ്റുമോ? അതും പറഞ്ഞ് ആ മാങ്ങ പൊട്ടിക്കാനായി കൈ എത്തിയത് മാത്രമേ നിധിക്ക് ഓർമ്മയുള്ളൂ. ഇത്തിരി കഴിഞ്ഞതും താഴെ നിന്നും ഗായത്രിയുടെ ഉച്ചത്തിലുള്ള നിലവിളി. അതുകണ്ട് നിധിക്ക് ആദ്യം ചിരിക്കാൻ തോന്നി. എങ്കിലും ഗായത്രിയുടെ നിറഞ്ഞ കണ്ണുകൾ കാണിക്കെ അവൾക്ക് മനസ്സിലായി സംഗതി ഇത്തിരി സീരിയസ് ആണെന്ന്. വീണ വീഴ്ചയിൽ അറിയാതെ ഇടം കൈ കുത്തിപ്പോയിരുന്നു ഗായത്രി. അവൾക്ക് കൈ വല്ലാണ്ട് വേദനിച്ചു. നിധി മാങ്ങയെല്ലാം നിലത്തേക്കിട്ട് വേഗം ചെന്ന് ഗായുവിൻ്റെ അടുത്തേക്കിരുന്നു. ഗായു, എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? ഓ, എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വല്ലാതെ വേദന എടുക്കുന്നു. ഈശ്വര, കൈക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ഓ, നിന്റെ കരുനാക്ക് വിളിച്ചൊന്നും പറയല്ലേ. അല്ലേ തന്നെ അമ്മയ്ക്കെന്നെ വഴക്ക് പറയാനേ നേരമുള്ളൂ. ഇനി ഇതും കൂടി ആവുമ്പോൾ തീർന്നു. ശ്രീനിധി പതിയെ ഗായത്രിയെ എഴുന്നേൽപ്പിച്ചു. പതിയെ പതിയെ ഒത്തി ഒത്തി അവൾ മുന്നോട്ട് നടന്നു. ഗായു, കയ്യിൽ ചെറുതായി നീര് വയ്ക്കുന്നുണ്ടോ? അവളുടെ കയ്യിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയ നിധി പെട്ടെന്ന് പറഞ്ഞതും ഗായത്രിയുടെ മിഴികളോ അവിടേക്ക് നീണ്ടു. അവൾ 2 കൈകളും നിധിയുടെ നേർക്ക് പിടിച്ചു. ഞാൻ നോക്കിയേ, ചെറുതായിട്ട് നീരുണ്ട് ഗായു. ഈശ്വര, നിനക്ക് വേദനയുണ്ടോ? നിധി ചോദിച്ചു. ഇല്ലടി, നല്ല സുഖമുണ്ട്. മാവിൻ്റെ മുകളിൽ നിന്ന് കയ്യും കുത്തി താഴെ വീണ വല്ലാത്ത സുഖമാ. എൻ്റെ പൊന്നു ഗായു, ഈ കൈ ഒടിഞ്ഞു നിൽക്കുമ്പോഴെങ്കിലും നീ ഈ ചെറ്റവർത്താനം പറയാതെ. കൈ കൈ ഒടിയാനോ? ആരുടെ കയ്യ്? നീ പോടി, ഇത് വെറും നീരാ. 2 കുടച്ചിൽ കുടഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് ശരിയാകും. തൽക്കാലം നമുക്ക് വീട് പിടിക്കാം. ഇല്ലേ കുഞ്ഞമ്മയും എൻ്റെ അമ്മയും ചേർന്ന് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും.
അതും പറഞ്ഞ് ഇരുവരും മുന്നോട്ട് നടന്നെങ്കിലും ഗായത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വേദന അസഹ്യമായി തോന്നി. വേദന കൂടിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ കയ്യിലെ നീറ് കൂടിക്കൂടി വന്നു. വേദന കൊണ്ട് അവൾക്ക് കണ്ണു നിറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ഗായു? ഗായത്രിയുടെ മുഖത്തെ ഭാവങ്ങൾ മാറി മാറി വരുന്നതനുസരിച്ച് ശ്രീനിധിയുടെ മുഖത്ത് ടെൻഷനേറി. ശ്രീനിധി പതിയെ അവളെ പിടിച്ചുകൊണ്ട് അവരുടെ വീടിൻ്റെ പൂമുഖത്തേക്കിരുത്തി. ബാലേ, എടി ബാലേ, ഇത്തിരി വെള്ളം കൊണ്ടുവന്നീ. അകത്ത് ടി വി കണ്ടുകൊണ്ടിരുന്ന ശ്രീബാല. ശ്രീനിധി അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. കേട്ടപാടെ ശ്രീബാല 2 ഗ്ലാസ്സിൽ വെള്ളവുമായി അവിടേക്ക് വന്നു. എന്തായി, കിട്ടിയോ? ശ്രീബാല രഹസ്യം പോലെ ചോദിച്ചു. കിട്ടി, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പെട്ടെന്ന് ഗായത്രി ശ്രീനിധിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അരുതെന്ന് കണ്ണുകൾ ചലിപ്പിച്ചു.